നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ശ്രീചിത്ര ഹോമിൽ അനർഹർക്ക് നിയമനം നൽകിയെന്ന പരാതിയുമായി മുൻ അന്തേവാസികൾ. ഒഴിവുകളിലേക്ക് മുൻ അന്തേവാസികൾക്ക് മുൻഗണന നൽകണമെന്ന സർക്കാർ ഉത്തരവ് പാലിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. 10 വർഷമായി സ്ഥിര നിയമനം നടക്കുന്നില്ല, പിൻവാതിൽ നിയമനമാണ് അവിടെ നടക്കുന്നത് എന്നതാണ് ഉയരുന്ന ആരോപണം. നിശ്ചിത യോഗ്യതയുണ്ടായിട്ടും അർഹതപ്പെട്ട ജോലി ലഭിക്കുന്നില്ല എന്നാരോപിച്ച് മുൻ അന്തേവാസികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. ഞാൻ ചിത്ര ഹോമിൽ എനിക്കും എൻ്റെ അനിയത്തിക്കും 2-3 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അതിനകത്ത് വന്നതാണ്. പഠിച്ച് അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ച് വിട്ട്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ പമ്പ് വഴി ഞങ്ങൾക്ക് ഡെയിലി വേസ് ആയിട്ട് അവിടെ നിന്ന് തന്നെ ചിത്ര ഹോമിൽ നിന്ന് തന്നെ ജോലി വാങ്ങിച്ച് 10-20 കൊല്ലം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻറ്റ് വഴി ഇന്ന് വരെ ഒരു കാർഡ് അയക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചിത്ര ഹോമിൻ്റെ സ്റ്റാഫായിട്ട് വാർഡനായിട്ട് ഇതിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് വഴി എടുത്തു. ഇപ്പോൾ അതിൽ സീനിയോറിറ്റി അനുസരിച്ച് എല്ലാ ഇതിലും എനിക്ക് അർഹതയുണ്ട്, പക്ഷേ ഇതുവരെ അതിനൊരു ഇത് ആയിട്ടില്ല. ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യണത്. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള സ്വാധീനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അവിടെ ജോലി കിട്ടാത്തത്. ഞങ്ങളെ ഇതാക്കണമെന്നും പറഞ്ഞ് കോടതിയിൽ നിന്നും വിധി വന്നതാണ്, പക്ഷെ അതിനും ഒരു ഇത് അവർ വില കൽപ്പിച്ചിട്ടില്ല. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് 4 മാസം ആവാൻ പോണു. പിൻവാതിൽ വഴി കയറിയവരാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത്. അവരെ സ്ഥിരപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് അവർ പേപ്പർ കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോമിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ ചെന്നാലാണ് ഞങ്ങൾക്ക് കിട്ടണത്. യൂണിയന്റെ ഇടപെടലിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. സുനിഷ ഏലൂരാണ് ഈ വാർത്തയുമായി നമുക്കൊപ്പം ചേരുന്നത്. സുനിഷ, ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്ത, ഗുഡ് ഈവനിങ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ജോലിക്ക് ആദ്യം പോകേണ്ടത് എന്ന അമ്മ ചോദിക്കുമ്പോൾ ആ ചോദ്യം അധികൃതർക്ക് നേരെയാണ് നീളുന്നത്. അതിനുള്ള മറുപടി എന്താണ്? എങ്ങനെയാണ് ഇവരെ തഴഞ്ഞത്? സുജയ, അത് തന്നെയാണ്. ഇത് ഒരാൾ മാത്രമാണ്. നമ്മളോട് നിരവധി പേർ ഈ പരാതിയുമായി എത്തിയതാണ്. ഒരുപക്ഷെ ഇനി ജോലി കിട്ടില്ലേ എന്ന പേടി കൊണ്ടൊക്കെ തന്നെയും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പലർക്കും പേടിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതൊരു പ്രതിനിധി മാത്രമാണ്, അത് അനേകം പേരെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഈ ശ്രീചിത്ര ഹോമിൽ നിയമനം നടത്തുമ്പോൾ മുൻ അന്തേവാസികൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നതായിരുന്നു സർക്കാരിന്റെ ഉത്തരവുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ നടക്കുന്ന നിയമനം എന്ന പരാതിയാണ് ഗുരുതരമായി ഉയരുന്നത്. ഈ പറയുന്നത് പോലെ 10 വർഷമായി ഇവിടെ സ്ഥിര നിയമനം നടക്കുന്നില്ല എന്നൊരു പരാതി ഉയരുന്നു. ഒപ്പം തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഈ പരാതികളൊന്നും തന്നെ, എംപ്ലോയ്മെന്റ് വഴിയൊന്നും തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നൊരു കാര്യം കൂടി ഇവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈ ഡ്രൈവർ, കുക്ക്, വാർഡൻ, കമ്പോസിറ്റർ, അങ്ങനെ പ്രിന്റർ തുടങ്ങി നിരവധി പോസ്റ്റുകൾ, തയ്യൽ ഡയറക്ടർ തുടങ്ങി നിരവധി ഒഴിവുകളാണ് സാധാരണ 11ഓളം ഒഴിവുകൾ ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ തന്നെയും പുറത്തു നിന്നുള്ള ആളുകളെയാണ് ഇവിടത്തേക്ക് നിയമനം നടത്തുന്നത് എന്നതാണ്. അവിടെ അനർഹരായവരെ തഴയപ്പെടുന്നു. ഈ പറയുന്നത് പോലെ മുൻ അന്തേവാസികൾക്കുള്ള പ്രാധാന്യം അവിടെ ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് അവർ പ്രധാനമായും ഉയർത്തുന്നത്. കൃത്യമായ യോഗ്യതയുണ്ടായിട്ടും എന്തുകൊണ്ട് നിയമനം നടക്കുന്നില്ല എന്നതാണ്. നേരത്തെ ഈ സമയത്തൊക്കെ തന്നെയും അപേക്ഷ നൽകാറുണ്ട്, ഇന്റർവ്യൂവിനൊക്കെ തന്നെയും ഈ ആളുകൾ പങ്കെടുക്കാറുമുണ്ട്. പക്ഷേ എന്നാൽ പോലും അതിനുശേഷം ഇവരെ പരിഗണിക്കുന്നില്ല എന്നതാണ് ഉയരുന്ന കാര്യം. നമ്മൾ നേരത്തെ ഇവരുമായി അധികൃതരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ യോഗ്യതാ മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് നേരത്തെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നിലവിൽ ഇത്തരത്തിൽ മുൻ അന്തേവാസികളെ ഇവിടെ പരിഗണിക്കാൻ കഴിയാത്തത് എന്നതാണ്. അതിന് പിന്നാലെ തന്നെ ഈ അന്തേവാസികളെല്ലാം ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഈ 6 മാസം, അതായത് ഈ ഉത്തരവ് വരുന്നതുവരെ ഈ 6 മാസത്തോളം മുൻ അന്തേവാസികൾക്ക് തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ നിയമനം നടത്തേണ്ടതുണ്ട് എന്നതാണ്. പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. അല്പസമയം മുമ്പ് സംസാരിച്ച ചേച്ചി പോലും ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടുത്തെ അന്തേവാസിയാണ്. പക്ഷേ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പോലും അവരെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. അവരുടെ സ്ഥിര നിയമനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം കൂടി സർക്കാരിന്റെ പരിഗണനയിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ഇനി ഈ നിയമനം നടക്കുകയുള്ളൂ എന്ന മറുപടിയാണ് ഇവർക്ക് ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്നത് എന്നതാണ് ശ്രീചിത്ര ഹോമിലെ മുൻ അന്തേവാസികൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തുക എന്നത് തന്നെയാണ് ഇവർ പറയുന്നത്. ഏകദേശം 1966 കാലഘട്ടത്തിൽ തീർച്ചയായും മുൻ അന്തേവാസികളെ ഇങ്ങനെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? മുഖ്യമന്ത്രിക്ക് അവർ കൊടുത്ത പരാതിയിൽ 10 വർഷമായി സ്ഥിര നിയമനം നടക്കുന്നില്ല എന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ അല്ലെങ്കിൽ പിന്നെ ആദ്യം എവിടെയാണ് ഇവർക്ക് പരിഗണന ലഭിക്കേണ്ടത് എന്ന വലിയ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. പലരും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിക്കുന്നത് അവർക്ക് ഇനിയുള്ള അവസരം നഷ്ടമാകുമോ എന്ന് പേടിച്ചിട്ടാണ്. സുനിഷ ഏലൂരാണ് ഈ വസ്തുത ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നറിയാൻ നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. താങ്ക് യു സുനിഷ.